എന്നെ ജോബ് പഠിപ്പിക്കുന്ന പാഠം, ഞാൻ എൻ്റെ തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞാൽ എൻ്റെ ദൈവം എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയാക്കി നൽകും. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുക്ക്, ദൈവസന്നിധിയിൽ നീ കരഞ്ഞാൽ നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് ഇരട്ടിയാക്കി കിട്ടും. പറഞ്ഞു കൊടുക്ക്. ആ, ഇരട്ടിയാക്കി ദൈവം തരൂ. ആരുടെ മുമ്പിൽ ഇരുന്ന് കരയണം? ദൈവസന്നിധിയിൽ ഇരുന്ന് കരയണമെന്ന്. അല്ലാതെ യൂട്യൂബിൻ്റെ മുമ്പിൽ, ഫേസ്ബുക്കിൻ്റെ, വാട്സപ്പിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? നീ കരയേണ്ടവൻ്റെ മുമ്പിൽ ഇരുന്ന് കരയണം. കരയേണ്ടവൻ്റെ മുമ്പിൽ ഇരുന്ന് കരയണം. പറഞ്ഞേ ആമേൻ, ആമേൻ. കേട്ടോ, ഇതൊക്കെ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കണം. വീട്ടിലുണ്ട് കുറേ എണ്ണങ്ങൾ, അതുങ്ങളോട് പറയണം. ആ ഫേസ്ബുക്കിൽ ഇരുന്ന് കരയുന്നുണ്ടാവും ഒരുത്തൻ, അപ്പുറത്ത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടിട്ട് കരയുന്നുണ്ടാവും വേറെ ഒരുത്തി ഉണ്ടാവും, വേറെ ഒരെണ്ണം അപ്പുറത്തോട്ട് മാറി ബ്രേക്കപ്പായെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിപ്പുണ്ടാവും, വേറെ ഒരെണ്ണം ഇപ്പുറത്ത് ഇരുന്നുകൊണ്ട് എന്നെ ചതിച്ചു എന്നും പറഞ്ഞിരിപ്പുണ്ടാവും, അപ്പുറത്തൊരുത്തൻ B2 തീർന്നു പോയി ഇനി ജർമ്മനിലോട്ട് എങ്ങനെ പോകുമെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിപ്പുണ്ടാവും. ഉണ്ടെന്ന് വീട്ടിൽ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ആ ഓരോന്നിനും വിളിച്ചിട്ട് പറയണേടാ മകനെ, നീ കരയേണ്ടത് ആരുടെ മുമ്പിലെന്നറിയോ? തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് കരയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളും തുറന്നേ, എസ്രായുടെ പുസ്തകം, എസ്രായുടെ പുസ്തകത്തിൽ എസ്രായുടെ ഒരു കരച്ചിലുണ്ട്. 10-ാം അധ്യായം 1-ാം തിരുവചനം. 10-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ എസ്രായിരുന്ന് കരയുന്നത്, ദൈവമേ, ജീവിതത്തിലെ ദൈവജനത്തിന്റെ പാപങ്ങളോർത്ത് കരയുന്ന എസ്ര. ഇവിടെ ഇരിക്കുന്നവര് നിങ്ങളുടെ കുടുംബത്തിലെ ചിലരെ ഓർത്ത് കരയണം. ഹല്ലേലൂയാ. നിന്റെ വീട്ടിൽ ആരെങ്കിലും പള്ളി പോവാതെ, വീട്ടിലെ കുടുംബ പ്രാർത്ഥന ഇല്ലാതെ, ദൈവവിചാരമില്ലാതെ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രാവിലെ മുതൽ അവരെ നീയൊന്നും നന്നായി ഏലടാ, നീയൊക്കെ നരകത്തിപ്പോവും, ഇതല്ലേ പറയണത്? ആ പറച്ചിൽ നിർത്തിയിട്ട് എന്ത് ചെയ്യണം? തമ്പുരാന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അവരെ ഓർത്ത് കരയണം. എസ്രായുടെ പുസ്തകം 10-ാം അധ്യായം 1-ാം വചനം വായിച്ചാലോ? ദേവാലയത്തിൽ നിലത്ത് വീണ് കിടന്ന് കരയുകയും. യെസ്, കണ്ടോ എസ്ര കരഞ്ഞ കരച്ചിൽ കണ്ടോ? എങ്ങനെ കരഞ്ഞു? സോഫയിൽ ഇരുന്ന് മുകളിൽ കറങ്ങുന്ന ഫാനും കൊണ്ട് AC-യിൽ ഇരുന്ന് കരഞ്ഞെന്നല്ല, മറിച്ച് എസ്ര കരഞ്ഞത്. ഒന്നും കൂടെ വായിച്ചേ. ദേവാലയത്തിൽ നിലത്ത് വീണ് കിടന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം തീഷ്ണതയിൽ കരഞ്ഞെന്നു. അങ്ങേയറ്റം തീഷ്ണതയിൽ കരഞ്ഞു. എങ്ങനെ കരഞ്ഞു? അങ്ങേയറ്റം തീഷ്ണത. അയാളുടെ നെഞ്ചിൻ്റെ അകത്ത് ആ വലിയൊരു ആവേശം ഉണ്ടായിരുന്നു. എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ കരഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് കരയും? ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇവിടെ ഇരിക്കുന്ന കല്യാണം കഴിച്ചവരൊന്ന് കൈ പൊക്കിക്കുക. കല്യാണം കഴിച്ചവർ സംശയമാണോ? ഒക്ക് കൈ. ആ കണ്ട, ഒട്ടുമുക്കാലും പേര് കല്യാണം കഴിച്ച